തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെ CPM-ന് പല കോട്ടകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അകത്തേത്തറ, പറളി പോലുള്ള ഇടങ്ങളിൽ CPM-ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അട്ടപ്പാടിയിൽ 3 ഇടങ്ങളിലും ഭരണം നഷ്ടപ്പെടുന്നു. ഏതായാലും ഈ സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമെല്ലാമായിട്ടുള്ള NN കൃഷ്ണദാസ് ചേരുകയാണ്. പാലക്കാട് ഉൾപ്പെടെ പല ഇടങ്ങളിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ നേരത്തെ 27 ഡിവിഷൻ ഉണ്ടായിരുന്നത് ഇത്തവണ 19 ഡിവിഷനിലേക്ക് ചുരുങ്ങുകയാണ് ഉണ്ടായത്. പുതൂർ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ ഭരണം നഷ്ടമാകും. വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ പരാജയം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പുണ്ടായത്. ഇങ്ങനത്തെ ഒരു പരാജയം ഞങ്ങൾ കണ്ടിരുന്നില്ല നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും. എന്താണ് സംഭവിച്ചതെന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ പരിശോധിക്കും. അതായത് തുറന്ന മനസ്സോടുകൂടി ഒരു അപകർഷതാബോധവും ഇല്ലാതെ എന്താണ് ഇങ്ങനത്തെ ഒരു പരാജയത്തിലേക്ക് എത്താൻ ഇടവന്നത്, എന്തെങ്കിലും തെറ്റിദ്ധാരണ LDF-നെ സംബന്ധിച്ച് വിശേഷിച്ചും CPM-നെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടുകൂടി ഒരു അപകർഷതാബോധവുമില്ലാതെ ഞങ്ങൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കും. ജനങ്ങൾ തന്നെയാണ് പ്രധാനം, ജനങ്ങളുടെ വിധി തന്നെയാണ് ഏറ്റവും പ്രധാനം. ജനങ്ങൾ നിശ്ചയിച്ച് തന്നെയാണ് നടപ്പാവേണ്ടത്. അപ്പോൾ എന്താണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിധി ഞങ്ങൾക്ക് എതിരായിട്ട് സംഭവിച്ചത് എന്ന് സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഞങ്ങളുടെ കുറവുകൾ ജനങ്ങൾ കണ്ടെത്തുകയും എന്നാൽ ഞങ്ങൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുറവുകൾ എന്ത് എന്ന് സൂക്ഷ്മതലത്തിൽ തുറന്ന വിധത്തിൽ പരിശോധിച്ച് ആ കുറവുകളൊക്കെ ഞങ്ങൾ നികത്തും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്ര പാർട്ടിക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ പരാജയം ആദ്യമൊന്നുമല്ല, അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആദ്യമൊന്നുമല്ല ഞങ്ങളിങ്ങനെ തോൽക്കുന്നത്. 2010 ഇതിനേക്കാളും കനത്ത പരാജയമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ ഞങ്ങൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഭരണം എന്നുള്ള ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നൊരു സമയത്ത് അന്ന് VS-ന്റെ ഗവൺമെൻറ് തിരിച്ചു വരുമായിരുന്നു. രണ്ട് മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. അതും അതിൽ 6 അസംബ്ലി മണ്ഡലങ്ങളിൽ 600-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. ഞങ്ങൾ പിന്നീട് വിലയിരുത്തിയത് വിജയത്തോട് അടുത്ത പരാജയമെന്നായിരുന്നു. ഞാൻ പറഞ്ഞത് 2010 ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് 2011 വന്നപ്പോഴേക്കും ഞങ്ങൾ സ്ഥിതി മെച്ചപ്പെടുത്തി. 2016-ൽ ഞങ്ങൾ തിരിച്ചു വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു. 2020 ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. 2021 ഞങ്ങൾ 99 സീറ്റോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ തിരിച്ചടികളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് 1977 തെരഞ്ഞെടുപ്പിൽ വെറും 17 സീറ്റാണ് നിയമസഭയിൽ LDF-ന് കിട്ടിയത്. വെറും 17 സീറ്റ്. അങ്ങനത്തെ ദയനീയ പരാജയം പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ പരാജയം ഞങ്ങൾക്ക് ആദ്യമൊന്നുമല്ല, പക്ഷേ ഇത് അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പരാജയപ്പെടേണ്ട ഒരു സ്ഥിതി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതും ഞങ്ങളുടെ ഒരു കുറവാണ്. പലയിടങ്ങളിലും വിമതർ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം കൊഴിഞ്ഞാമ്പാറയിൽ CPM വിട്ട് പുറത്തുപോയ ആളുകളാണ് UDF-നൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുന്നത്. പിന്നീട് അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ഭരണം നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിലാണെങ്കിൽ AV ഗോപിനാഥ് തന്നെ തുറന്നു പറയുന്നു CPM-നകത്ത് ചില പ്രശ്നങ്ങൾ കാരണമാണ് അവിടെ മുന്നണിക്ക് ഭരണം നഷ്ടമായതെന്നത്. അതുൾപ്പെടെ ഞങ്ങൾ പരിശോധിക്കും. കാരണം CPIM എല്ലാവരുടെയും പാർട്ടിയാണ്, കുറച്ചാൾക്കാരുടെ പാർട്ടിയല്ല, മുഴുവൻ പേരുടെയും പാർട്ടിയാണ് CPM. മനുഷ്യരുടെ മുഴുവൻ പാർട്ടി, മനുഷ്യരുടെ മാത്രമല്ല പൂക്കളുടെയും പുഴുക്കളുടെയും പാർട്ടിയാണ് CPIM. എല്ലാവരുടെയും പാർട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ആർക്കെങ്കിലും പാർട്ടിയിലൂടെ നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നീരസം ഉൾപ്പെടെ ഞങ്ങൾ പരിഹരിക്കും. എല്ലാവരുടെയും പാർട്ടിയായിട്ട് CPIM മാറും. അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ എല്ലാവരും കൊണ്ടും സാധിച്ചു. പക്ഷേ ഭരണം BJPയെ താഴെ ഇറക്കണമെങ്കിൽ LDF-ഉം UDF-ഉം എല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഒരു പൊതുവികാരമായി ഇപ്പോൾ ഉയരുന്നത്. VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ പറഞ്ഞത് ഒരു ജനകീയ മതേതര മുന്നണി വരാൻ വേണ്ടി എല്ലാ മുന്നണികളും ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു തുറന്ന ചിന്ത നടത്തണമെന്ന് പറയുന്നു. ശ്രീകണ്ഠൻ അങ്ങനെ മേലും കീഴ് ആലോചിക്കാതെയൊക്കെ പറയാൻ പറ്റുമോ? അവരുടെ പാർട്ടി അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ച് പരിശോധിച്ച് സൂക്ഷ്മതലത്തിൽ ആലോചിച്ച് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ പറ്റൂ. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ചില ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് ഇപ്പം തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 21-നാണ് ഈ എലക്ട് ചെയ്യപ്പെട്ട അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഡിസംബർ 21-നാണ്. ഇന്ന് 14 ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എലക്റ്റഡ് അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ശേഷമാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത്. അപ്പോഴേ ഇതൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ.
അത് എങ്ങനത്തെ നിലപാടെടുക്കണം എന്നുള്ളത് ഞങ്ങൾ അപ്പോഴേ ആലോചിക്കുന്നുള്ളൂ. യുമായി ഒരു മുന്നണി, ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് കരുതുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ, തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ കേരളത്തിലെടുത്തിട്ടുള്ള ഒരു നിലപാട് എല്ലാ തരത്തിലുള്ള വർഗീയ ശക്തികളെയും തോൽപ്പിക്കണം. അത് ന്യൂനപക്ഷത്തിൻ്റെ പേരിലുള്ള വർഗീയ ശക്തിയായാലും ശരി, ഭൂരിപക്ഷത്തിൻ്റെ പേരിലുള്ള വർഗീയ ശക്തികളായും സമൂഹത്തിൻ്റെ ഐക്യത്തിന് എതിരാണ് വർഗീയത. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തണം. അതേ സമയത്ത് BJP തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായിട്ടോ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJP ആയിട്ടോ, അല്ലെങ്കിൽ ഇവരെ രണ്ടു കൂട്ടരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് SDP-യോ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടോ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ആപൽക്കരമാണ് എന്നുള്ളൊരു നിലപാട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ചില പ്രത്യേകമായിട്ടുള്ള ഈ അവസ്ഥ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിയിൽ എന്ത് വേണം എന്നുള്ളത് ഞങ്ങൾ അപ്പം ആലോചിക്കും. ആ സമയം വരട്ടെ, അപ്പം ആലോചിക്കും. പാലക്കാട് ജില്ലയിലെ BJPയുടെ വളർച്ച എങ്ങനെ കാണും? പാലക്കാട് ജില്ലയിലല്ലല്ലോ, തിരുവനന്തപുരം തലസ്ഥാന നഗരി BJP ഒറ്റയ്ക്ക് ജയിച്ചില്ലേ? അപ്പോൾ BJPക്ക് നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ വർഗീയ ശക്തികൾക്ക് കുറച്ചൊക്കെ സ്വാധീനം ലഭ്യമാവുന്നു എന്ന നിരാശാജനകമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ ശക്തികളുടെ വർഗീയ വിരുദ്ധമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ആഹ്വാനം. ആ ആഹ്വാനം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. വർഗീയ ശക്തികൾക്ക്, ഇരുവർഗീയ ശക്തികൾക്കും അല്പാൽപ്പം സ്വാധീനം ലഭ്യമാവുന്നുണ്ട്. അതൊരു നിരാശാജനകമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വർഗീയ ശക്തികൾക്ക് ഒരു തരത്തിലും കേരളത്തിലെ സമൂഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടാവേണ്ട ആവശ്യമില്ല. വളരെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ. നിർഭാഗ്യകരമാണ് അങ്ങനെ വർഗീയ ശക്തികൾക്ക് സ്വാധീനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരണം എന്നുള്ള ആഹ്വാനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെടുന്നത്. ഏതായാലും NN കൃഷ്ണദാസാണ് നമുക്കിപ്പം പ്രതികരിച്ചിട്ടുള്ളത്. ജനങ്ങൾ തിരിച്ചറിഞ്ഞ തങ്ങളുടെ ഉള്ളിലെ പോരായ്മകൾ അത് തങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നതാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള NN കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.